റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിൽ തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം വേഗത്തിൽ പുനരാരംഭിക്കാൻ നടപടി. ഇതിന്റെ ഭാഗമായി റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പ്രദേശത്ത് നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജിയും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. പട്ടാമ്പി നഗരത്തിൽ റോഡ് നവീകരണം ആരംഭിച്ചതു മുതൽ വിവിധയിടങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. അഴുക്കുചാൽ നിർമ്മാണത്തിന്റെയും മറ്റും ഭാഗമായി JCB ഉപയോഗിച്ച് പ്രവർത്തികൾ നടത്തുമ്പോൾ പൈപ്പുകൾ പൊട്ടുന്നതാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണമാകുന്നത്. ഇതിന് പരിഹാരം കണ്ട് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളാണ് നടപ്പാക്കുന്നത്. മേലെ പട്ടാമ്പി മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ഗതാഗതം നിരോധിച്ചുകൊണ്ട് റോഡ് നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന സമയത്ത് തന്നെ കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജിയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി. പട്ടാമ്പി ബസ് സ്റ്റാൻഡിനപ്പുറത്താണ് പട്ടാമ്പി നഗരത്തിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള 2 പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പൈപ്പുകൾ നിലവിൽ പ്രവൃത്തി നടക്കുന്ന റോഡിനരികിലൂടെയാണ് കടന്നുപോകുന്നത്. റോഡ് നവീകരണത്തോടൊപ്പം തന്നെ പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ട് കുടിവെള്ള വിതരണം വേഗത്തിൽ പുനരാരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പട്ടാമ്പി നഗരത്തിലെ റോഡ് പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി നടക്കുന്ന സമയത്ത് പട്ടാമ്പി നഗരത്തിലെ കുടിവെള്ള വിതരണത്തിന് തടസ്സം ഉണ്ടായിട്ടുണ്ട്. ആ തടസ്സം പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് അടിയന്തരമായി ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നൊരു എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംയുക്തമായിട്ട് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്താനും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് നടക്കുന്നത്. 2 ദിവസം റോഡ് അടച്ചിടുന്നുണ്ട്. ആ 2 ദിവസത്തിനകം തന്നെ പട്ടാമ്പി ടൗണിലുള്ള ഡാമേജ് ആയിട്ടുള്ള മുഴുവൻ പൈപ്പ് ലൈന് മാറ്റി സ്ഥാപിച്ച് കുടിവെള്ളം ബുധനാഴ്ച രാത്രിയോടുകൂടി കുടിവെള്ള വിതരണം പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്.